13.7 സെൻറ്റ് സ്ഥലത്ത് 4500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ്. വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ മുന്നിലായി വരുന്ന ഈ കാണുന്ന വലിയ റോഡാണ്. ഏകദേശം ഒരു 10 മീറ്ററെങ്കിലും വലിപ്പമുള്ള റോഡാണ് വീടിൻ്റെ മുമ്പിൽ വരുന്നത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം. അതുപോലെ തന്നെ 2-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റ്, നടന്നു കയറുന്നതിന് വേണ്ടി ഒരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വീടിൻ്റെ വലിയ ഗേറ്റ് വരുന്നത്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ എലവേഷൻ നോക്കാം. വളരെ ഭംഗിയുള്ള ഒരു മോഡേൺ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. മെയിൻ ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും ഒരു ബാൽക്കണി വരുന്നുണ്ട്. അത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബാൽക്കണിയാണ്. അതിന് മുകളിലായിട്ട് ഒരു ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ടൈല് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു ജനലാണ് വരുന്നത്. അതിന് മുകളിലും ഒരു ചരിഞ്ഞ പാർക്കെല്ലാം കൊടുത്തിട്ട് മനോഹരമായ രീതിയിൽ ഓട് വിരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റത്തേക്കാണ് വരുന്നത്. ഈ വീടിൻ്റെ നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന മുറ്റം തന്നെയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് നമുക്ക് സിന്തറ്റിക് ഗ്രാസ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ആ ഫിനിഷിംഗ് വർക്കൊക്കെ ഇവിടെ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാങ്കോസ്റ്റിൻ്റെ മരമാണ്. അതുപോലെ തന്നെ 3 മാങ്കോസ്റ്റിൻ ട്രീസ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ട് ബാംബു ട്രീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വലിയ ഒരു കിണർ. ആ കിണർ കെട്ടിത്തിരിച്ച് മനോഹരമാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് ചെറിയൊരു പ്ലാന്റർ ബോക്സ് നമുക്ക് ഇവിടെ കാണാം. വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വലിയ ജനലുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാം തേക്കൂടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വീടിനോട് ചേർന്ന് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ലഭ്യമാണ്. ഇതാണ് ആ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണത്. ഇവിടെയും നമുക്ക് നല്ല സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വലിയ സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത സ്റ്റെപ്പുകളാണ്. താഴത്തെ സ്റ്റെപ്പ് വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലെ സ്റ്റെപ്പും അത്യാവശ്യം വലുതാണ്. താഴത്തെ സ്റ്റെപ്പിൻ്റെ അത്രയും ഇല്ല. നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സുകളുടെ സൗകര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പർഗോളകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ പില്ലർ സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ്. ഇതാണ് വലിയ മെയിൻ ഡോർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. കട്ടിലകളും വാതിലുകളും എല്ലാം ആയിട്ട് ഈ ഭാഗം മുഴുവനായിട്ട് വലിയൊരു ഡോറിൻ്റെ ഭാഗം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലിൻ്റെ ഒരു നമ്പർ ലോക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഡോർ തുറന്നാൽ ലിവിങ് സ്പേസ് ആണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ സ്പേസിലേക്കാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഒരു ചരിഞ്ഞ വാക്ക കണ്ടിരുന്നു. അതിൻ്റെ താഴെയുള്ള സ്പേസാണ് ഇവിടെ. ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലാമ്പുകൾ അവിടെ ചെയ്തിരിക്കുന്നു. ജനലുകൾ വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസാണ്. ഫുള്ളി വലിയ ലൈറ്റ് അകത്തേക്ക് വരുന്നതിന് വേണ്ടി വലിയ ജനലുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇത് ഈ ഡൈനിങ് സ്പേസിനെയും ലിവിങ് സ്പേസിനെയും തിരിക്കുന്ന ഒരു വാളാണ്. ഇവിടെ മുകൾ ഭാഗത്ത് മൾട്ടിവുഡിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. അതും വളരെ എലഗൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ പാർട്ടീഷൻ വാൾ കണ്ടു. അതിൻ്റെ തൊട്ടടുത്താണ് ഡൈനിങ് സ്പേസ്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് അവൈലബിൾ ആണ്. ഇത് സ്റ്റെയർ റൂമാണ്. സ്റ്റെയർ കയറി പോകുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് ഒരു ഡോറ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. പുറത്തുനിന്ന് നമുക്കൊരു കൺസൾട്ടേഷൻ വല്ല ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ റൂം പോലെ വർക്ക് ചെയ്യാൻ ഭാഗത്തിന് ഒരു ഓഫീസ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് വിസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം. ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ വുഡൻ ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ടൈലുകളാണ് ഈ വീടിൻ്റെ
മറ്റൊരു പ്രത്യേകത. അതിൻ്റെ ഇടയിലായിട്ട് നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഗോൾഡൻ അപ്പോക്സിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് മുകളിൽ നിന്ന് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാറ്റേൺ തന്നെ ഈ ഭിത്തിയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിമൻറ്റ് ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. 2 പ്ലാന്റുകൾ പ്ലാസ്റ്റിക്കാണ് അത് കൊടുത്തിട്ടുണ്ട്. ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഈ ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നോക്കിയാൽ നമുക്കറിയാം വലിയ ഒരു ടി വി യൂണിറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ PVC ലൂവേഴ്സിൻ്റെ പാറ്റേൺ നൽകിയിരിക്കുന്നു. ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു റെസ്റ്റിംഗ് ഫിനിഷിംഗ് വരുന്ന ലാമിനേഷൻ ഷീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല ഒരു എലഗൻറ്റ് ലുക്ക് ഈ ഭാഗത്തിന് നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു കോർട്ട്യാർഡ് സ്പേസാണ്. കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്കിവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അത് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഷട്ടറും നൽകിയിട്ടുണ്ട്. സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഷട്ടറും നൽകിയിട്ടുണ്ട്. ഇത് സെമി ഓപ്പൺ ആണ്, അതായത് നമുക്ക് ഇതിൽ കൂടെ ഗ്യാപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അടച്ചിട്ടാൽ നല്ല എയർ പാസേജ് വീടിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. ഇതാണ് കോർട്ട്യാർഡ് സ്പേസ്. അത്യാവശ്യം നല്ല ഇവിടെ ഒരു ചെറിയ ബാംബൂ ട്രീസൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഷീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് വാഷ് കൗണ്ടർ സ്പേസ് വരുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല ഒരു ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ടാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. അത് LED മിററാണ് നൽകിയിരിക്കുന്നത്. 2 വശത്തും PVC ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചനാണ് കാണാനുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഡോറ് ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിലാണ് ഡോറ് വരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു യു ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്വാർട്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, കറക്റ്റല്ല, അതെനിക്ക് ഉറപ്പില്ല. ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 വശത്തും കിച്ചൺ വിൻഡോസ് നൽകിയിരിക്കുന്നു. ഇവിടെ ചിമ്മിനി നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റൗവും നൽകിയിരിക്കുന്നു. താഴെയും മുകളിലും കബോർഡുകൾ കാണാം. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡുകളാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ്, സ്റ്റീലിൻ്റെ ഹാൻഡിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതും ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ മുകൾ ഭാഗം വരെ വാൾ ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ടൈലുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഓപ്പണിങ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ലഭ്യമാണ്. വർക്ക് ഏരിയ സ്പേസ് വലിയ ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി കവേർഡ് സ്പേസാണ്. ഇതെല്ലാം സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 വശത്തും ടേബിൾ ടോപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ആ ഡോർ തുറന്ന് അവിടെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ടുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈലുകൾ ഈ ഭാഗം വരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള ഒരു സ്പേസാണ്. ഇവിടെ എല്ലാം ടൈൽ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു എൽ ഷേപ്പ്. ഈ ഭാഗം മുഴുവൻ നമുക്ക് ഒരു വാഷ് ബേസിൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശമാണിത്. ഇവിടെയും ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അലക്ക് കല്ലും സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു അലക്ക് കല്ല് സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു ടാപ്പ് കണക്ഷൻ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സെർവൻറ്റ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഈ വീടിന് 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. തേക്കൂട്ടിലാണ് ഡോറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ടൈലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജനലുകൾ വലിയ വിശാലമായിട്ടുള്ള ജനലുകളാണ്. ഈ സെൻട്രൽ ഭാഗത്ത് വലിയ ജനൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഓപ്പൺ ചെയ്യാവുന്ന ജനലുകളുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ബെഡിൻ്റെ സ്പേസ് വരുന്നത്. അതിൻ്റെ ഓവർ ഹെഡായിട്ടുള്ള സ്പേസാണിത്. ഇത് മുകളിൽ നിന്ന് താഴേക്ക് ലൂവറിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. തേക്കൂട്ടിൽ തന്നെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അധികം വീടുകളിൽ തേക്കൂട്ടിൽ വാർഡ്രോബ് ചെയ്യുന്നത് കാണാനില്ല. പക്ഷേ ഇതൊരു പ്രീമിയം വീടായതുകൊണ്ട് തന്നെ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഭാഗത്തെല്ലാം ഒരു ഗോൾഡൻ ബീഡിങ് നൽകിയിട്ടുണ്ട്. അത് ഈ കബോർഡിന് നല്ലൊരു എലഗൻ്റ് ലുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ അവൈലബിൾ ആയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമുക്ക് ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാനിറ്റി കൗണ്ടർ കൊടുത്തിരിക്കുന്നു. വലിയൊരു മിറർ ഇവിടെ നൽകിയിട്ടുണ്ട്.
ഡ്രസ്സിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം വിശാലമാണ്, വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ക്ലോസറ്റും അതിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ എല്ലാം സാനിറ്ററി ഫിറ്റിങ്സുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വെറ്റ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഷവറും കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ഈ ഭാഗത്തു നിന്നാണ് വീടിൻ്റെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് തേക്കൂട്ടിലാണ് ഇതിൻ്റെ സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന വുഡിലാണ്. അപ്പോൾ ഒരു GI സ്ക്വയർ ട്യൂബിൻ്റെ മുകളിൽ വുഡ് പാകിയിട്ടാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ലാൻഡിങ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വുഡൻ ഫ്ലോറിങ് തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ വലിയൊരു ജനൽ നൽകിയിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി പർപ്പസിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഭിത്തിയിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ വലിയ രീതിയിൽ സിമൻറ്റ് ടെക്സ്ചർ വർക്കും നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറിയാൽ നേരെ അപ്പർ ലിവിങ് ഏരിയ. സ്റ്റെപ്പ് കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ഡബിൾ ഹൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 2 ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്, ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്കിവിടെ അറിയാം താഴെ നമ്മൾ കണ്ട ഒരു സ്പേസാണ് ലിവിങ് ഏരിയയാണിത്. അവിടെ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്, 2 ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് നല്ല ഭംഗിയിൽ തന്നെ സെൻറ്റർ ഭാഗത്ത് വുഡൻ ഡിസൈൻ വരുന്ന രീതിയിലും ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നത് ഒരു സിമൻറ്റ് ടെക്സ്ചർ വർക്കുമാണ്. അത് നല്ല ഭംഗിയിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അക്രിലിക് ഗ്ലാസിൻ്റെ സൈഡിൽ വർക്ക് വരുന്നു. സെൻറ്റർ ഭാഗത്ത് വുഡൻ ഡിസൈനും വരുന്നുണ്ട്. TV യൂണിറ്റ് ഈ ഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്നതായി കാണാം. ഈ ഭിത്തിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള വലിയൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ നമുക്കൊരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എയർ പാസേജും അതുപോലെ തന്നെ നല്ല വെൻറ്റിലേഷനും നമ്മുടെ നാച്ചുറൽ ലൈറ്റും എല്ലാം വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ആണ് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം. മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഇത് വലിയൊരു ജനലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ജനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം. വലിയ ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് ഈ ബാൽക്കണി സ്പേസ് തുറക്കുന്നത്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈല് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ഗ്ലാസും ഒരു GI സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയിൽ തന്നെയാണ് ആ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ആ ഫോൾ സീലിംഗ് വർക്ക്, താഴെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ്. ചെറിയൊരു സ്പേസിൽ മാത്രം ഒരു വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാർഡ്രോബ്, ഈ ഭിത്തിയിൽ മുഴുവൻ വാർഡ്രോബും ആ തേക്കൂട്ടിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ആ ഫോൾ സീലിംഗ് വർക്ക് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരത്തക്ക രീതിയിൽ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം സ്പേസ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറാണിത്. അതും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മാറ്റ് ഫിനിഷിലാണ് വാൾ ടൈലുകൾ വരുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് ഈ ഏരിയയും തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. മുകളിൽ റെയിൻ ഷവർ, ഹാൻഡ് ഷവറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ക്ലോസറ്റ് സെയിം ഡിസൈൻ വർക്ക് തന്നെയാണ് എല്ലാ ബാത്റൂമിലും വരുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. സെയിം ടൈപ്പ് ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഫോൾ സീലിങ്ങിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ കണ്ട ഫോൾ സീലിംഗ് പോലെ ഗ്ലാസ് വർക്കൊന്നും ഇവിടെ വരുന്നില്ല. വല്ലാത്തൊരു ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഈ ഹാൻഡിലുകളെല്ലാം ഒരു നമുക്ക് ആൻറ്റിക് ഫിനിഷ് എന്ന രീതിയിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി അവൈലബിൾ ആണ്. പക്ഷേ ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുന്നത് വീടിൻ്റെ സൈഡിലേക്കുള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ സെയിം ടൈപ്പ് ടൈലുകളും ഹാൻഡ് റെയിലുകളും എല്ലാമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു ഡ്രസ്സിങ് ഏരിയ, മിറർ, അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്.
ബാത്റൂം ഇതാണ്. ബാത്റൂമിൻ്റെ ഡോറ് സെയിം തന്നെ. ഈ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ടൈലുകൾ നല്ല മാറ്റ് ഫിനിഷുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരത്തക്ക രീതിയിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. വലിയ സ്പേസ് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ. ഇത് സെൻട്രൽ ഭാഗത്ത് കോർട്ട്യാർഡിൻ്റെ സ്പേസാണ്. ഇവിടെ ഫുള്ള് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതിന് താഴെ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി ആയിട്ടാണ് ആ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നോക്കിയാൽ അറിയാം, വലിയൊരു സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. സെൻട്രൽ ഭാഗത്ത് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലെ ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ പൈപ്പും ടാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും നൽകിയിരിക്കുന്നു. അപ്പോൾ വലിയൊരു ഏരിയ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് ബാൽക്കണി സ്പേസ്. അത്യാവശ്യം നല്ലൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് നേരത്തെ കണ്ടതുപോലെ ഹാൻഡ് റെയിൽ തന്നെയാണ്. ഗ്ലാസും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ. ഇവിടെ നമുക്ക് 2 ബാൽക്കണികൾ, ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അവൈലബിൾ ആണ്. ഇവിടുന്ന് നമുക്ക് താഴേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് കൊടുത്താൽ താഴേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ, ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 13.7 സെൻറ്റ് സ്ഥലത്ത് 4500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഭംഗിയുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. കാക്കനാടിനേക്കാൾ നമുക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററൊക്കെയാണ് ഇവിടെ നിന്ന് ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 600 മീറ്ററൊക്കെ ആയിരിക്കും. വലിയ റോഡ് ഫ്രണ്ടേജായിട്ട് നല്ല മോഡേൺ ഡിസൈനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ തന്നെയാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. 3,20,00,000 രൂപയാണ് വീടിൻ്റെ വില ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.